ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓൾറെഡി ഞാൻ സ്കിൻ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കമന്റിൽ ചോദിച്ചൊരു കാര്യമാണ് വെയിറ്റ് ഗെയിൻ വീഡിയോ ഇടുമെന്ന്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എന്റെ വെയിറ്റ് ഗെയിൻ ജേർണി ആണ് കേട്ടോ. സോ ലെറ്റ്സ് ഗോ. പണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി ഷെയ്മിങ് എന്നുള്ളത്, അല്ലെ? ഇപ്പൊ അത് പറഞ്ഞാൽ നല്ല ചുട്ട മറുപടി കിട്ടുമെങ്കിലും പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ സ്ലിം ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്നത് ഇയാൾക്ക് തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ, കാറ്റ് വന്നാൽ പറന്നു പോവുമല്ലോ, കൊടക്കമ്പിയാണോ, എന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കൊടക്കമ്പിയാണോ, അയ്യോ ഇപ്പൊ പറഞ്ഞു, കാറ്റ് വന്ന ഇപ്പൊ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ പേഴ്സണലി ഒരുപാട് വിഷമം ആയിട്ടുണ്ട് കേട്ടോ. എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കാത്തത്, ഇങ്ങനെ സ്ലിം സ്ലിം എന്നൊക്കെ പറഞ്ഞാൽ കൊടക്കമ്പി പോലെ ഇരുന്ന് വെച്ചിട്ടോ. ഞാൻ അത്രയും സ്ലിം ആയിരുന്നു, അത്രയും അസ്ഥികൂടം പോലെ ഇരുന്ന് വെച്ചു. പേഴ്സണലി പാരന്റ്സ് ആണെങ്കിൽ പോലും, തമാശക്ക് ആണെങ്കിൽ പോലും പറയുമ്പോൾ നമുക്ക് അവർ അറിഞ്ഞുകൊണ്ട് പറയല്ല, അന്നാ പോലും പാരന്റ്സ് പറയും അസ്ഥികൂടം പോലെയാണല്ലോ ഇരിക്കുന്നത് പറയുമ്പോഴും നമുക്കത് വിഷമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്താണ് വണ്ണം വെക്കാത്തത്, വണ്ണം വെച്ച് അങ്ങനെ ഭയങ്കര വണ്ണം വെക്കണം എന്നല്ല, എന്നാലും ഈ ഒരു കൊടക്കമ്പിന്ന് എന്താണ് മാറാത്തതെന്ന് പണ്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തു പറയാം എനിക്ക് ചോറ് താ, അല്ലെങ്കിൽ എനിക്ക്, പക്ഷെ ഞാൻ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എന്റെ വയറ് ഫുള്ളാവും. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല ചോറ്. തനിക്ക് എന്തെങ്കിലും തനിക്ക് വണ്ണം വെക്കണം. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം എല്ലാവരും എന്നെ കളിയാക്കുന്നു, ഭയങ്കര സ്ലിം ആയിട്ട് എല്ലാവരും കളിയാക്കുന്നു. പിന്നെ പണ്ടൊക്കെ ഞാൻ മോഡലിങ്ങിന് കുറെ വർഷം മുന്നേ മോഡലിങ്ങിന് സ്ലിം ആയിട്ടിരിക്കുന്ന ടൈമിൽ മോഡലിങ്, ഞാൻ അപ്പൊ വിചാരിച്ചത് ഓ സ്ലിം ആയിട്ടുള്ളവർക്ക് മോഡൽ ചെയ്യാം, വണ്ണുള്ളവർക്ക് പറ്റില്ല, അപ്പൊ ഞാൻ സ്ലിം ആണല്ലോ എന്നൊക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ സ്ലിം ആയിട്ടുള്ള സമയത്ത് മോഡലിംഗ് ഓരോ ഫോട്ടോസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും തന്റെ ഫേസ് ഇസ് ഓക്കെ, പക്ഷെ ബോഡി ഓക്കെ അല്ല, ഭയങ്കര സ്ലിം ആണ്. അവര് ബോഡി ഓക്കെ അല്ല എന്ന് പറയുന്നത് നമുക്ക് ചെസ്റ്റ് കുറവായിരിക്കും, ആ ഒരു ഷേപ്പ് ഇല്ല. സോ അതിലൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അമ്മയടുത്ത് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും കഴിച്ച് എനിക്ക് നന്നാവണം, എന്നെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി, എനിക്ക് ഫുഡ് വേണം. മീൻസ് രണ്ട് കയ്യിൽ ചോറ് കഴിക്കും, കറി കഴിക്കും, ചോറിനെക്കാട്ടും കറിയാണ് കൂടുതൽ എടുക്കുന്നത്. അതൊക്കെ കഴിച്ചിട്ട് പോലും എനിക്ക് വണ്ണം വെക്കുന്നില്ല. സോ അപ്പോഴാണ് ഞാൻ എന്റെ ഡയറ്റ് ഒക്കെ ഫുള്ളായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് ചേഞ്ച് ചെയ്തൊക്കെ വരുത്തിയപ്പോൾ എനിക്ക് ആ ഒരു മാറ്റം നല്ല രീതിയിൽ ഫീൽ ചെയ്തത്. സോ എന്താണ് അതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി വലിയ സംഭവം, ഞാൻ മറ്റേ ഷേക്ക്, സ്മൂത്തി അല്ലെങ്കിൽ മറ്റേ പ്രോട്ടീൻ പൗഡർ ഒന്നും കഴിച്ചിട്ടില്ല. നാച്ചുറൽ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഇതിന് ഏറ്റവും കൂടുതൽ എന്നെ വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പഴം. നേന്ത്രപ്പഴം, നേന്ത്രപ്പഴം അല്ല, ഏത്തപ്പഴം. ഏറ്റവും കൂടുതൽ എന്നെ വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പഴം എന്ന് പറയുന്നത്. ആക്ച്വലി വീട്ടിൽ എപ്പോഴും എപ്പോഴും ഏത്തപ്പഴം ഉണ്ടാവും. കാരണം അമ്മ പറയും ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല, ഏത്തപ്പഴം ഒരെണ്ണം കഴിക്കും. ഏത്തപ്പഴം എന്നെ നിർബന്ധമായിട്ട് ഏത്തപ്പഴം കഴിപ്പിക്കുമായിരുന്നു. ഏത്തപ്പഴം വെറുതെ കഴിക്കലുണ്ടായിരുന്നു, പിന്നെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് പഞ്ചസാര ഇട്ട് കഴിക്കലുണ്ടായിരുന്നു. പിന്നെയാണ് അത് ചേഞ്ച് വരുത്തിയിട്ട് ഏത്തപ്പഴവും നെയ്യും, നെയ്യ് നമ്മളെ വണ്ണം വെക്കാൻ, നമ്മുടെ വെയിറ്റ് ഒന്ന് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നെയ്യ്. സോ നെയ്യും ഏത്തപ്പഴവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. നല്ല നെയ്യ് ഉണ്ടാവും, എനിക്ക് പഴത്തെക്കാട്ട് കൂടുതൽ നെയ്യ് ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ കട്ടൻ ചായയിൽ നെയ്യ് ഇട്ട് രാവിലെ കുടിക്കും. ഇതൊക്കെയാണ് എന്നെ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഐഡിയാസ് കേട്ടോ. ആക്ച്വലി ഇന്നും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു, അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ആ ഒരു പഴം. പഴം, നെയ്യ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഐറ്റാണ്. ഇതാണ് എന്നെ വെയിറ്റ് ഗെയിൻ കൂടുതലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കുമ്പോ തന്നെ ആ ഒരു നെയ്യുടെ ഫീല് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ തേങ്ങയും. പിന്നെ വേറൊരു കാര്യം ചെയ്യും, ഉണക്കമുന്തിരി തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് മൂടി വെക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് വെറും വയറ്റില് ഉണക്കമുന്തിരിയും ആ വെള്ളം കൂടി മിക്സിയിലിട്ട് അരിച്ചെടുക്കും. ആ വെള്ളം ഫുള്ള് കുടിക്കും. ഇത് ഞാൻ എത്ര നാള് ചെയ്തെന്ന് എനിക്ക് അറിയില്ല, കാരണം ഉണക്കമുന്തിരി എപ്പോഴും ഉണ്ടാവും. ഇടക്കിടക്ക് എനിക്ക് വൈകുന്നേരം വിശക്കുമ്പോഴും ഞാൻ എടുത്ത് കഴിക്കും. കാരണം കുറെ ഇയേഴ്സ് അടുപ്പിച്ച് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ്, നമുക്ക് ബ്ലഡ് വെക്കാനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കൊക്കെ നല്ലൊരു ഐറ്റാണ്. സോ ഞാൻ അതും ചെയ്യുമായിരുന്നു കേട്ടോ, ഉണക്കമുന്തിരിയുടെ ഐറ്റം ചെയ്യുമായിരുന്നു. പിന്നെയാണ് ചോറിന്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പഴങ്കഞ്ഞി കഴിച്ചാൽ വണ്ണം വെക്കും, പക്ഷെ എനിക്കത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് തലേ ദിവസത്തെ ചോറാണെങ്കിൽ ഞാൻ പറയും രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, എനിക്ക് ചോറും തൈരും, അതായത് ഈ പഴയ ചോറില്ലേ, ചോറും തൈരും മതി എനിക്ക്. തൈര് നമുക്ക് വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ചോറും തൈരും പിന്നെ മുളകൊക്കെ ഇങ്ങനെ 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 നിരണ്ടി കഴിക്കും. ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡിങ് ആയി, ആൾക്കാർ കടയിലൊക്കെ പോയി പഴങ്കഞ്ഞി വരെ കുടിക്കുന്നു. പക്ഷെ പണ്ടൊക്കെ ഞാൻ പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു. ലൈക്ക് എന്തിനാന്ന് വെച്ചാൽ വണ്ണം വെക്കാൻ, ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പ്ലസ് നമുക്ക് ഈ ഒരു ഫുഡ്, ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വന്നത്. ഇങ്ങനെ വണ്ണം വെച്ച് വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ആരെങ്കിലും കണ്ടാ പറയും ആ ഇപ്പൊ നന്നായിട്ടുണ്ട്. അതിനുശേഷം
നമ്മൾ സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിച്ചു, നമ്മൾ വണ്ണം വെച്ച് 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 വരുന്ന സമയത്ത് ഫേസിൽ വണ്ണമില്ല, ഫേസ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫേസിൽ വണ്ണം വെക്കാനുള്ള എക്സസൈസ് ചെയ്യും. ഞാൻ കൂടുതലും എന്നെ കവളിങ്ങനെ, എനിക്ക് കവളുണ്ട് അത്യാവശ്യം, പക്ഷെ എനിക്ക് കവളിങ്ങനെ വരാൻ ഹെൽപ്പ് ചെയ്തത്, പക്ഷെ എനിക്കിത് ഓവറായ പോലും തോന്നുന്നുണ്ട് ഈ ഡബിൾ ചിൻ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാലും ഈ ഒരു കവൾ വരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം, എനിക്ക് പണ്ട് കവൾ ഉണ്ടായിരുന്നു. അതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഒരു സാധനം ഉണ്ടായിരുന്നു. ആ ഇങ്ങനെ ഒരു ഉണ്ട മാത്രം, ഞാൻ ശരിക്കും ഒരു ഉണ്ട വരും ഇവിടെ, ബാക്കിയൊക്കെ തൊലിഞ്ഞിരിക്കണായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പൊ എന്നെ കവള് വരാൻ ഹെൽപ്പ് ചെയ്തത് വെള്ളമാണ്. വെറുതെ വെള്ളം വായിലിട്ടെടുത്ത് ഇങ്ങനെ ഒരു ദിവസം 10 പ്രാവശ്യം നമ്മൾ വെള്ളം വെക്കുമ്പോൾ ആരെങ്കിലൊക്കെ ചിരിപ്പിക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ തുപ്പിക്കളയും, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ വെള്ളം വായിൽ വെക്കുക. ഇനി വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ വായി ഇതിങ്ങനെ വെക്കാം, ഇങ്ങനെ ഹനുമാനെ കൂട്ട് വെക്കാട്ടെ. ആക്ച്വലി എനിക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് എന്റെ കവളൊന്ന് സെറ്റ് ആയത്. വെള്ളം വരുമ്പോ എന്താണെന്നറിയോ, നമ്മുടെ ഇവിടേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. നമ്മ ഇങ്ങനെ പിടിക്കുമ്പോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞാല് വെള്ളം പുറത്തു പോകുന്ന പേടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കും. സോ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് എനിക്ക് എന്റെ കവള് വെച്ചത്. പേഴ്സണലി എനിക്ക് കവള് വെച്ചത് ഇങ്ങനെ വെച്ചിട്ടാണ്. പഴമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ചിരി വരും പഴം എന്നൊക്കെ പറയുമ്പോ. സീരിയസ്ലി ബനാനയാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഒന്ന് ഗുണ്ടുവാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫാസ്റ്റ് ഫുഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഒരു പരിധിയില്ലേ. നമ്മുടെ വയറിന് പറ്റിയതല്ലേ നമ്മൾ കഴിക്കുള്ളൂ. കുറേ ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കില്ലല്ലോ. പക്ഷെ പഴം എന്ന് പറയുന്നത് തന്നെ ഫുള്ള് ഞാൻ കഴിക്കുമായിരുന്നു. പഴം കഴിക്കും, നെയ്യ് കഴിക്കും. നെയ്യ് കട്ടൻ ചായയിലിട്ട് കുടിക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് പായസം കുടിക്കുന്ന പോലെയൊക്കെ തോന്നും. ആദ്യമൊക്കെ ഒരു അറിയാലോ നെയ്യുടെ ഒരു ടേസ്റ്റ്. പക്ഷെ നമുക്ക് സെറ്റായി വന്നതിനാൽ നമ്മൾ കുടിക്കും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് എല്ലാവർക്കും സ്കിൻ മാറണം, സ്കിൻ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് സ്കിൻ മാത്രമല്ല നമ്മുടെ ബോഡി നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു കാരണം, ഒരു എന്താ പറയാ, നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് നമുക്ക് പറ്റില്ലേ. ഇപ്പൊ സ്കിൻ ആണെങ്കിൽ സ്കിൻ എനിക്ക് ചേഞ്ച് ചെയ്യണം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം, എന്റെ ഹെയർ കളർ ചെയ്യണം, എനിക്ക് മുഖത്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം ചിന്തിക്കില്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ബോഡിയിലും കൂടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി ഞാൻ എല്ലാ ദിവസവും അടുപ്പിച്ചൊരു എത്ര വർഷത്തോളം ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയാം. അടുപ്പിച്ച് ഞാൻ ഉണക്കമുന്തിരി ഈ വെള്ളത്തിലിട്ട് കഴിക്കുമായിരുന്നു ആ പരിപാടി. പിന്നെയാണ് നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബ്രോക്കലിയൊക്കെ നമുക്ക് ആദ്യം കാണുമ്പോൾ കഴിക്കാനേ തോന്നില്ല, ഇതെന്താ അയ്യേന്ന് തോന്നും. പക്ഷെ അത് കറക്റ്റ് രീതിയിൽ കുക്ക് ചെയ്ത് വേവിച്ച് മറ്റേ പെപ്പർ പൗഡറൊക്കെ ഇട്ട് കറക്റ്റ് രീതിയിൽ കുക്ക് ചെയ്ത് തരാം. ഇപ്പൊ എനിക്കെന്താ ബ്രോക്കലിയെ കാണുമ്പോൾ ആർത്തിയാണ്. സാലഡ് പോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല രീതിയിൽ നമ്മൾ പൈസ ചെലവാക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ സ്കിന്നിന് വേണ്ടിയും ബോഡിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പൈസ ചെലവാക്കിയ നഷ്ടമൊന്നുമില്ല. അപ്പൊ നമുക്കത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് നമ്മുടെ ബോഡി സെറ്റ് ആയിട്ടിരിക്കുക. ആൾക്കാരെ പേടിച്ചിട്ടൊന്നുമല്ല. ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വണ്ണം വെച്ചു, എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇനി വെക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ പറയും കൂടിപ്പോയല്ലോ എന്ന് പറയും. ഇറ്റ് ഡസന്റ് മാറ്റർ ഫോർ മീ. കാരണം എനിക്ക് എന്റെ ഒരു രീതിയുണ്ട്. എനിക്ക് വണ്ണം വെക്കുക, ഓക്കെ അത് ഓക്കെ ആണ്, എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അറിയാം. നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തു വെക്കണം. ആൾക്കാർ പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ നിന്നാലും നമുക്കത് കേൾക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ എങ്ങനെയാണോ നമുക്കറിയാം, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം അവർക്ക് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. ആദ്യം പറയും സ്ലിം ആയി എന്ന് പറയും, പിന്നെ പറയും വണ്ണം വെച്ചു എന്ന് പറയും, പല കാര്യങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞോടി ചക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് മൈൻഡ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും നമ്മളെ എന്താ പറയാ ഇൻട്രസ്റ്റ് ആണ് അവർക്ക്. ഓക്കെ നമുക്കത് വിഷമമായി, അടുത്ത പ്രാവശ്യം കുറച്ച് കൂടുതൽ പറയാം എന്ന് ചിന്തിക്കും. സോ നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വണ്ണം വെക്കണോ വെക്കാം, ഇനി വണ്ണം വേണ്ട. മന്ത്ലി ഒരു റൂട്ടീൻ എടുത്ത് നോക്കിയാല് പകുതി മുക്കാൽ പ്രാവശ്യമെങ്കിലും ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് ചിക്കനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അതിന്റെ അലർജി കാര്യങ്ങളൊന്നുമില്ല. സോ അതൊക്കെ എന്റെ വെയിറ്റ് ഗെയിൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഫ്രൂട്ട്സ് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുക, വെജിറ്റബിൾസ് ഫുഡിൽ ആഡ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഴം, അത് നിങ്ങൾ മറക്കരുത്. പഴം, നെയ്യ് എത്ര തീർന്നാലും പിന്നെ നിങ്ങൾ വാങ്ങുക. വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടെങ്കിൽ ഞാൻ ഇടക്കിടക്ക് ചോറ് തിന്നുന്നൊരു സ്വഭാവമുണ്ട്. അതും എനിക്ക് വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. ചെമ്മീൻ പരിപ്പൊക്കെ എന്റെ ഫേവറേറ്റാണ്. ഉണക്ക ചെമ്മീനല്ല, പച്ച ചെമ്മീൻ. അപ്പൊ ഈ ചെമ്മീൻ ഞാൻ അച്ചിങ്ങിട്ട് ഒലത്തി വെക്കും, ചെമ്മീൻ എടുത്തു വെക്കും, വൈകുന്നേരം കഴിക്കും, രാത്രി കഴിക്കും. 3 നേരം ചോറായോ. സോ അതൊക്കെ വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനനുസരിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുഡൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. 24 മണിക്കൂറും ചോറ് തിന്നാമെന്ന് ഞാൻ പറയില്ല, ബട്ട് ചോറ് തിന്നുന്നതും നമുക്ക് വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്.
അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ ഞാൻ വണ്ണം വെക്കാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ ഫാസ്റ്റ് ഫുഡും കഴിക്കുമായിരുന്നു കേട്ടോ. ഇതിന്റെ കൂടെ നമ്മൾ ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയണമല്ലോ. സോ നമ്മൾ ഇതിന്റെ കൂടെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വണ്ണം വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം, ബോഡി ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡ് നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. അയ്യേ ഞാൻ പഴം കഴിക്കില്ല, അയ്യേ ഞാൻ നെയ്യ് കഴിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നിങ്ങളുടെ ബോഡിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആദ്യമൊക്കെ നമുക്കൊരു വേണ്ടാന്നൊക്കെ തോന്നും. പിന്നെ പ്രോട്ടീൻ പൗഡറും ഷെയ്ക്കൊക്കെ പുറത്തു പോയി വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോ പഴം വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കഴിക്കാം. ഇത് പഴത്തിന്റെ കൊളാബറേഷൻ വീഡിയോ പോലെ ഉണ്ട് ഞാൻ പറയുന്നത്. കാരണം പഴമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ലൈക്ക് എനിക്ക് ഈ തമ്പിനയില് പഴം വെക്കേണ്ടി വരും വേണമെങ്കിൽ. കാരണം പിന്നെ പറഞ്ഞു പഴം കൊളാബറേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. സോ ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിൽ പറയുന്നതല്ല, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. എന്റെ വെയിറ്റ് ഗെയിൻ ജേർണി ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സ്കിന്നെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഔട്ട്ലുക്ക് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. സോ ഇതുവരെ എന്റെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ബൈ.